ഞാൻ റിപ്പയറിലുണ്ട്. ഇവിടെ ആൾക്കൂട്ടം കണ്ടോ അവിടെ? നീ എവിടെ? ആ ഈ വണ്ടിയിൽ ഒന്ന് കേറ്. സ്നൈപ്പ് വിളിക്കണം. ഹലോ ബ്രോ, ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ ബ്രോ? ഞാൻ മലപ്പുറം ചെയ്തില്ലല്ലോ, അവ തട്ടിയിട്ടല്ലേ ബ്രോ, കണ്ടല്ലേ? നീ ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? പേര് പറയാൻ സൗകര്യമില്ല, നീ പോടാ. എടാ സ്നൈപ്പ് ഒന്ന് റിപ്പയർ വന്നാടാ. സ്നൈപ്പേ വേഗം. സ്നൈപ്പ് ഒന്ന് റിപ്പയർ വാടാ. ആ ഹലോ, അടിയാ പോന്ന പട്ടി തെളിക്കേണ്ട കാര്യമുണ്ടോ? മര്യാദക്കില്ലേ? ഇങ്ങോട്ട് വന്നാ അവർ അടികൾ കൊടുക്കുന്നുണ്ട്. എടാ സ്നൈപ്പ് ബൊബോയ് ഒന്ന് റിപ്പയർ വന്നാടാ. ചെലപ്പോ അവൻ ഞാൻ വന്നപ്പോ തന്നെ കണ്ടാടാ, അവര് വള്ളി പിടിക്കാൻ വന്ന തന്നെ. എടാ ഒന്ന് വേഗം വരോടാ സ്നൈപ്പേ. എടാ അവര് ഹോസ്റ്റേജ് എടുക്കാ, ഇത് കൊടുത്തേ, 1.5 കൊടുത്ത്. എടാ സ്നൈപ്പർ ഒന്ന് കുത്തി അടിക്കാടാ, വാ അവനെ ഹോസ്റ്റേജ് എടുക്കും. ആ അവർക്ക് 4 പേര്. സോറി ബ്രോ, അറിയാണ്ട്. സോറി. എന്നെ അടിച്ച MS നെ ഹലോ ബ്രോ. റിപ്പയർ എടാ പണ്ണാൻ വരുന്നടാ, ബുദ്ധിയില്ലാത്തമാരാ. പണി വിട്ടിടാ കുണ്ണാളെ. ഇനിയുണ്ട്. ഇനിയുണ്ട്. ഉണ്ടില്ല ഉണ്ടെന്നാ വർക്കാണില്ല, റീലോഡ് ആവുന്നില്ല മയില്. വർക്കാണില്ലടോ. എടാ എന്റെ ഉണ്ട കഴിഞ്ഞടാ. ആ വന്നു. വാ കോച്ച് ഒന്ന് റിപ്പയർ വന്ന് വേഗം. റിപ്പയർ
ആ ബുള്ളറ്റ് ഉണ്ട് വന്നു ഓക്കെ കിട്ടിയാ? ആ കിട്ടി. എന്റെ ഉണ്ട് ബഗ്ഗായിരുന്നു. എനിക്കും ബഗ് എന്തിനാ അവരാള് വരും ഇനിയും നോക്കിയോളൂ. എടാ അടിക്കുമ്പോ ഇങ്ങനെയാടാ കണക്ട് റേഡിയോ ഇടാടാ. നിങ്ങൾ അവരായിട്ട് ഡ്രോപ്പ് ചെയ്തോ അവര്? എടാ എന്നെ വണ്ടി കയറ്റിയേ. ഇനി വേക്കപ്പ് ആള് വരും. ആ EMS ഒരാളെ മാത്രം പൊക്കിയാ മതി. ഇങ്ങോട്ട് വരുമോ? ഒരാളെ മാത്രം, ബാക്കിയുള്ള കാര്യം പൊക്കുന്നുണ്ടോ? ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇടിച്ച് എന്നെ ഇടിച്ചു സാറേ ഇവിടെ. ഇങ്ങോട്ട് വാ. ആ ഇയാളെ പൊക്കിക്കോ. കറുത്താളെ പൊക്കിക്കോ. എടാ നീലിന്റെ ബോഡി എന്തെടാ? നീലിന്റെ ബോഡി എവിടെയാ? ഇതാരോ ഒരു മാർക്കോ ഒന്ന് മാറിക്കോ എടുത്തൊന്ന്. സാറേ പൊക്കോ. എടാ കയ്യൊന്ന് പൊക്കിയോ. എടാ ഒരു വണ്ടി കൊണ്ടുവന്നാടാ. എടാ ഒരു വണ്ടി എടുത്ത. എടാ ഇവരൊക്കെ കത്തിച്ചു വിടറാ. ഇവന്മാരൊക്കെ കത്തിച്ചു വിടാ. പൊക്കണ്ട ഗ്യാങ് വണ്ടി ഒരാള് കേറ്. ഒരു പെട്രോൾ ക്യാൻ മേടിച്ചിട്ടുണ്ടോ? എടാ ഈ ഗ്യാങ് ഡ്രസ് ഒക്കെ മറ്റേ ഇതാണോടാ? MS-13 ആണോ? സിറ്റുവേഷൻ ആയി. ഹലോ കേട്ടൂടാ MS-13 MS-13 അറിയാം. അതെന്തോ നീലിനെ പിടിച്ചടിച്ചു. ഹലോ ഒരുത്തരം പൊക്കടോ, ഒരുത്തരം മാറ്റിയിട്. ഗ്യാങ് ഹൗസിലോ ഇതൊന്നും വേണം. പെട്രോൾ ആകാതെ പോവല്ലേ. വേണം. എടാ ഹെൽപ്പ് ഇട്ടിട്ട് അഴിവ് ഉണ്ടാവില്ല ഇവിടെ. മനസ്സിൽ വെക്കണം. ഹലോ ബ്രോ. കൊയിലാണ്ടി ബാറ്റ്മാൻ. എന്തേ ഹലോ എല്ലാവർക്കും ഉണ്ടോ? ഈ ഉന്മേഷം നിങ്ങളെ അടിക്കണതിന് മുന്നേ ഒന്ന് ആലോചിച്ചിരുന്നു ഇവിടെ എടുക്കൂലേ? പേര് ചോദിക്കാൻ പറഞ്ഞു. അല്ല പട്ടിന്ന് വിളിച്ചാൽ മതി. അവനെ പട്ടീന്ന് വിളിച്ചത് പട്ടി. അതല്ലേ ബ്രോ, എല്ലാരും അങ്ങനെയാണോ ബ്രോ വിളിക്കുന്നത്? ലീഡറെ കോ ലീഡറെ എല്ലാം പട്ടി ചേർത്താണോ മൈക്കിള് പട്ടീന്നായിരിക്കും.
മാറിപ്പോയി ബ്രോ ലീഡറേയും ഗോലിയറേയും പട്ടി ചേർത്താണോ വിളിക്കുന്നത്? അങ്ങനെയായിരിക്കും ലീഡറിനെ അല്ല, ആരെ കണ്ടാലേ പട്ടി എന്ന് വിളിക്കാൻ അതായിരിക്കും ബ്രോ. പറഞ്ഞു ശീലിച്ചാലല്ലേ ബ്രോ പറഞ്ഞ കേട്ടില്ല എന്താ ചിലവര് നമ്മള് ഫ്രണ്ട്ലി ആയിട്ട് ചുമ്മാ സംസാരിച്ച ബ്രോ ഇപ്പൊ ഈ ബ്രോ ട്രിഗറായി. പട്ടീന്നൊക്കെ ഇപ്പൊ ഫ്രണ്ട്ലി ആണോ ബ്രോ? ആ ബ്രോ അൺപാർലമെന്ററി വേർഡ്സ് അല്ലല്ലോ ബ്രോ അതൊന്നും. ഇല്ല അന്നാ അതാ പറഞ്ഞ നീ ലീഡറെ ചെന്ന് വിളിച്ചോ, നമ്മളെ വിളിക്കണ്ട. നമ്മളെ വിളിച്ചോണ്ടാണ് ഇവിടെ മുട്ടിയിരിക്കുന്നത്. അൺപാർലമെന്ററി ആയിട്ട് ബ്രോന്റെ കൂടെ ഉള്ളവരുടെ അടുത്ത് സംസാരിക്കാം. നമ്മുടെ അടുത്ത് ഭയങ്കര സംസാരിച്ചായിരിക്കും ബ്രോ. ഓക്കെ ബ്രോ യെസ് യെസ്. അല്ല ലീഡർ വിളിച്ചപ്പോ ലീഡർ ഒന്ന് പറഞ്ഞാണ് വിളിച്ചോളാൻ പറഞ്ഞാണ് അവിടെ. റീസൺ എന്തായിരുന്നു ഒന്ന് പറഞ്ഞു. ബ്രോ ഇടിച്ച് അപ്പൊ എല്ലാരും എന്നെ ആദ്യം ഇടിച്ചാ പിന്നെ കൊണ്ടോണ്ടിരിക്കണോ ഞാൻ? ബ്രോ അതെ അവിടെ നമ്മള് മാത്രല്ല ബ്രോ അവിടെ വേറെ നിന്റെ കൂടെ ഉള്ള അടുത്ത് സംസാരിക്കുന്ന മുന്നേ തോക്കെടുത്ത് കൈ വെച്ചിരുന്നു. ഹെൽമെറ്റ് ഇല്ലാതെ അടിക്കാൻ നിനക്ക് പറ്റൂ. ക്ലബ് ഗ്യാങ്ങാണോ? ഏഴെട്ട് പേരില്ലാതെ രണ്ടുപേരും നല്ല അടിച്ചത്. എന്താ പറ്റിയാടാ? ഇതര ഡ്രസ് ഒക്കെ പറയുന്നില്ല. ഊമ്പനായിട്ട് നീ കോച്ച് പറഞ്ഞിട്ട് പറയാ പഴയത് കോച്ച് വെട്ടി പോണ്. എന്ന് പറയാൻ തന്നെ അത്ഭുതം തോന്നുന്നു നിന്നെയൊക്കെ കണ്ടിട്ട്. സംസാരം കേട്ടിട്ട് കഴിപ്പിക്കാനുള്ളത് തോന്നില്ലല്ലേ? കേൾക്കണമായിരുന്നു മോന്തി അടിച്ചിരിക്കാൻ തോന്നുമായിരുന്നു. ഇപ്പൊ ഈ സാധനം ഇവിടെ കത്തിപ്പോടാ. അവനെ ആ ഫ്രണ്ട് ചേർത്ത് കത്തിച്ചങ്ങ് വിട്ടേക്ക. കഴിക്കുമെന്ന് വേണ്ട. അത് അവിടെ കഴിപ്പിക്കാൻ പട്ടീന്ന് വിളിച്ചാലേ വേണ്ട. നമുക്ക് ഇവരെ ഗ്യാങ് മെമ്പേഴ്സിനെ വിളിച്ചിട്ട് ഫ്രണ്ട് ഇട്ട് അടിച്ചു പട്ടീന്ന് വിളി എന്നിട്ട് പോക്കാം. ലീഡറുണ്ടോ ഇവിടെ സിറ്റിയിലുണ്ടോ? കണക്ട് 68 അവന്മാരോട് വരാൻ പറ. അവര് ഓൾറെഡി റേഡിയോയിലുണ്ടല്ലോ 68. വെയിറ്റ് ആക്കാം ബോബ്. ഹലോ എന്താ ബ്രോ ഇങ്ങനെ വള്ളി എടുക്കണ ബ്രോ? പട്ടി വിളിച്ച് നീ ഓടിയില്ല. ഞാൻ ഒറ്റയ്ക്ക് പിന്നെ നീ ഒറ്റയ്ക്ക് എനിക്ക് പാർലമെന്ററി വേർഡ് അല്ലല്ലോ ബ്രോ. ഞാൻ വിട്ടിട്ട് താഴെ വന്നപ്പോ ഓടി എന്റെ അടുത്തോട്ട്. എടാ ഇത് എനിക്ക് നേരത്തെ കണ്ടപ്പോ വിളിച്ചു. അതിനാ റേഡിയോയില് സ്റ്റൈപ്പിനെ വിളിച്ചപ്പോ തന്നെ എനിക്കറിയാം ഒരു നല്ല കിട്ടിയെന്ന് തോന്നുന്നു. പാണങ്ങളുടെ ഞാൻ വീഡിയോ പോലും വെച്ച് അതില് ആ കൂട്ടത്തില് അവര് എന്നോട് സംസാരിക്കാൻ വന്നടാ. അതില് എനിക്ക് MSCയുടെ ഗ്യാങ് കണ്ടപ്പോ ഞാൻ അടിച്ചിട്ട് എന്തേലും തല്ലി അവന്മാര്. അപ്പൊ എന്തേലും അവനെയും തല്ലി. പിന്നെ ബാക്കി കേറി വന്നല്ല എനിക്ക് തോന്നിയടാ അവന്മാര്. ഞാൻ ഇറങ്ങിയപ്പോ തന്നെ റിപ്പയറിൽ ഒരു 4 പേര് എന്നിട്ട് നിക്കണ കണ്ടപ്പോ തന്നെ മനസ്സിലായി വള്ളി പിടിക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ ഇങ്ങനെ വണ്ടിയുടെ വന്നിട്ട് ഒരു ഇടിച്ച് ഇവനെ വീഡിയോ കിട്ടി. വീഡിയോ നന്നായിട്ട് മാറിയില്ലടാ പട്ടീന്ന് എന്തോ. പട്ടീന്ന് വിളിക്കാൻ അതല്ലേ ഇപ്പൊ പറയണ പുണ്ണേ. അതല്ല കുണ്ണേ ഗോഡാണോ? എന്ത് ഗോഡാണോടാ? അതൊക്കെ നാളെ പോണേ. ആലോചിക്കല്ല എല്ലാരും സെറ്റാക്കി. അവര് വരും. ലൈവ് അല്ലെങ്കിൽ വേണ്ട കത്തിക്കണ്ട. അടിച്ചു കൊന്നിട്ട് ബോഡി എടുത്താണ് പോട്ടെ. അതല്ല ഏറ്റവും ശരി. എടാ ആരെയും കത്തിച്ചു വിട്ടാ മതി എന്നല്ല പറഞ്ഞു. കത്തിച്ചു വിടാം ചേച്ചി. കത്തിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. അതിപ്പോ വന്നല്ലേ ഉള്ളൂ. ഓ ശരിയാണ്. തോക്കില്ലെങ്കിൽ ഇനി വാറ് വിളിക്കൂല. അതാണ്. അപ്പൊ അവനെ കൊന്നിട്ട് ഈ ചത്ത പട്ടിയെ എടുത്തോട്ട് പോകാൻ പറഞ്ഞത്. അവന്മാരെടാ ഞാനൊരു കാര്യം പറഞ്ഞേക്ക്. അവന്മാരുടെ റേഡിയോ കണക്ട് ചെയ്തിട്ടേ അവിടെ കൂടെ ഉള്ളവരെ അതായത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. അവന്മാരുടെ പിള്ളേരാരൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ പറ.
എന്നിട്ട് അവരുടെ ഫ്രണ്ടിൽ അടിക്കുക, അടിച്ചിട്ടിട്ട് ഇവന്റെ മറ്റേ ശവം എടുത്തിട്ട് പോകാം. എടാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാ? ആരെങ്കിലും വരാനുണ്ടോ? ആണോ? ഓക്കെ ടൈം നോക്കിയായിരുന്നാ? 8 മിനിറ്റ് ആയുള്ളൂ. 8 മിനിറ്റ് ആയുള്ളൂ. 8 മിനിറ്റ് ഞാൻ നോക്കിയാണ്. 83. ഹലോ, നമ്മുടെ ഒരു മെമ്പറിനെ ഹോസ്റ്റേജ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വന്ന് സംസാരിച്ച മനുഷ്യനായിരുന്നു. അത് സത്യം. കുറച്ച് മുന്നേ എന്റെ അടുത്ത് മറ്റേ വിക്ക് ഉണ്ട് ആ പുള്ളിക്കാരെ വന്ന് സംസാരിച്ചത്. എന്നിട്ടാണ് എന്തിനാണ് ഇങ്ങനെ വള്ളി നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഹോസ്റ്റേജിന് പക്ഷെ നമുക്ക് അങ്ങനെ തിരിച്ചു തരാൻ പറ്റില്ലല്ലോ. ഹലോ, നിങ്ങളുടെ ഡിമാൻഡ് എന്താ? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വരാൻ വേണ്ടി നമ്മള് 50 കോടി വേണം. അത് കഴിഞ്ഞിട്ട് പറ ഇറ്റാച്ചി 50 ഇറ്റാച്ചി ഡിമാൻഡ് 50. എടാ ചുമ്മാരി 50 കോടി 3 മിനിറ്റ് പിറ്റിംഗ് ടൈം. പിന്നെ ഗവൺമെന്റ് പ്രോപ്പർട്ടി കാർ റോബറിക്ക് വേണം നമ്മള്. സ്റ്റോപ്പ് റോബറി പാടില്ല. ഞാനും എന്റെ പോലീസ് റൂൾസിൽ മാത്രമേ ഉള്ളൂ. അല്ല അത് ഒന്ന് ചോദിക്കോ സിറ്റുവേഷൻ പബ്ലിക് പ്ലേസിൽ പട്ടിന്ന് വിളിച്ചാ അണ്ണാ പാന്റിലും ഹലോ അണ്ണോ പോയാ ഒരു മിനിറ്റ് ഇടയ്ക്കൊരു കോള് വന്നേ. പ്രശ്നം ചെയ്യുമ്പോ പറഞ്ഞേടാ പട്ടി പറഞ്ഞോട്. അണ്ണു പട്ടി അവനൊരു പ്രശ്നം. അവൻ ഇങ്ങോട്ട് അതാണ് വിളിക്കുന്നേ, അതല്ലേ തിരിച്ചങ്ങനെ വിളിക്കുന്നേ. മോനെ മൈക്കിൾ, എന്തുകൊണ്ടാണ് ശ്വാൻ എന്ന് വിളിക്കാൻ മോന് പ്രചോദിതമായത്? എന്തോ പറ്റി? അതായത് ജോക്കി ബ്രോ, ഞാൻ അവിടെ മറ്റേ റിപ്പയറിന്റെ വണ്ടി വെച്ച് നിൽക്കായിരുന്നു. അപ്പോ ഓൾറെഡി മറ്റേ CV എന്ന് പറയുന്നൊരു ഗാഗായിട്ട് ഓൾറെഡി അടിയായി. അത് സംഘടന സംസാരിച്ച് തീർത്ത്. അപ്പൊ ഈ ബ്രോ ഞാൻ ആ കൂട്ടത്തിലാണ് വിചാരിച്ചത്. അപ്പൊ ഈ ബ്രോ വന്ന് എന്റെ വണ്ടി കയറി. വണ്ടി കയറിയെന്നോ? 4 പേര് ഇരിക്കുന്ന വണ്ടി ഞാൻ അങ്ങനെ കയറൂടാ? നീ ഒന്ന് പറഞ്ഞു. വണ്ടിയുടെ മേലെ വണ്ടിയുടെ മേലെ ഒന്നും ഇല്ല കയറിയത്. എന്നെ ഇടിച്ചിന്റെ ബോണറ്റിലോട്ട് ഇട്ടപ്പോ നിനക്കൊരു വീഡിയോ കിട്ടി. ഞാൻ കറക്റ്റ് പറഞ്ഞു. എന്റെ കണ്ണില് ബ്രോ വണ്ടിയുടെ മേലെ കയറി നിൽക്കായിരുന്നു. വണ്ടിയുടെ മേലെ കയറി. പക്ഷെ നമ്മുടെ കണ്ണിൽ കാണുന്നത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീഡിയോ ബാക്കി. അതെ അതെ. അപ്പൊ ഞാൻ ബ്രോ എടാ പട്ടി എനിക്ക് വീഡിയോ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഈ ബ്രോ പറഞ്ഞ് എടാ എന്താ പട്ടി എന്തിനാണ് വിളിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രോ ട്രിഗറായി ബ്രോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പോയി സംസാരിച്ച്. അപ്പൊ ഈ ബ്രോയ്ക്ക് പട്ടി വിളിക്കുന്ന ഇഷ്ടമല്ല പറഞ്ഞപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ പഞ്ചിങ് ആയി, ഇടിയായി. അപ്പൊ ഈ ബ്രോ തിരിച്ചടിച്ച് പിന്നെ അങ്ങനെ ഗണ്ണെടുത്തടിച്ച് അടിച്ചിട്ട് ആര് ഡൗൺ ആയി? നമ്മൾ ഡൗൺ ആയി. അതിപ്പോ ചോദ്യം ചോദിക്കാനുണ്ടോ? ഒന്ന് മനസ്സിലായി നീ ഇടപെടായെന്ന്. അതെ അതെ അതെ, അതല്ലേ ഇപ്പൊ കുട്ടിയിരിക്കുന്നേടാ. യെസ് യെസ് എക്സാക്ട്ലി. എടാ ഇത് ആരെയാടാ ഇവൻ ശ്വാൻ എന്ന് വിളിച്ചേ? വെള്ളമുടി ബ്രോ വിളിച്ചോടാ. ശ്വാനൻ. ശ്വാനൻ. എന്തിനു വിളിച്ചു? അത് വിളിക്കേണ്ട ആവശ്യം എന്താണ്? വീഡിയോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ശ്വാനൻ എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളിപ്പോ ഇങ്ങനെ ആരെങ്കിലും വണ്ടിക്കകത്തിടാ വീഡിയോ തന്നല്ലോടാ പട്ടി എന്ന് പറയാൻ പറ്റുമോ? അല്ല അതാ ഞാൻ പറഞ്ഞേ. അപ്പോഴാണ് ഇപ്പൊ ഇതുവരെ എത്തിയത്. ഞാൻ ഷർട്ട് ഇടാൻ നിൽക്കുമ്പോ നീ എന്തിനാണോ ഷർട്ട് ഇട്ട് നിൽക്കുന്നേ? ഷർട്ട് ഊരടാ. അയ്യോ ഊരിപ്പിക്കല്ലേ ഒരു മിനിറ്റ് മോനെ, ഒറ്റ മിനിറ്റ്. മണി കണ്ടു. മണി ടാക്സ് നമ്മുടെ അടുത്തത്
ഓ സോറി മോനെ ഇത് വല്ലാത്ത ഇത് എന്താണ് അടിയിൽ എന്തെങ്കിലും കിട്ടും നടന്നൂടെ നിനക്ക് എന്താണ് അവനും ബാക്കിൽ പോയി നീലെ മോനെ ഇതെന്താ ചെയ്യണ്ടേ എന്നെ കൊന്ന് വിടുക എന്നെ കൊന്നൊക്കെ വിടണോന്നാണ് കൊന്നൊക്കെ വിടാം അത്രേ ഉള്ളൂ കൊല്ലണ്ട എന്തായാലും കത്തിക്കണ്ട അല്ല ഗ്യാങ്ങിന്റെ മുന്നിൽ കൊല്ലാം ഗ്യാങ്ങിന്റെ മുന്നിട്ട് കൊന്നിട്ട് എടുത്തോണ്ട് പോകാൻ പറയാം വിളിച്ചിട്ട് വന്നിട്ട് എടുത്തിട്ട് പോകാൻ പറയാം പുതിയ ഗ്യാങ്ങല്ലേ തോക്കൊക്കെ പോയാലോ നീലിങ്ങോട്ട് വന്നോട്ടാ അടി നീയേ കൊഞ്ചം അതെ എടാ സൂപ്പർ ചാറ്റ്. എടാ ഇവങ്ങനെ ഒട്ടിക്കുന്ന ഓടിപ്പോയില്ലേ? ആശ്രയിക്കുന്നതൊക്കെ ഇരിക്കുന്നത് മുടിയും സ്റ്റൈലും ഒക്കെ. പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് നീലിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ കൊന്നുവിടാം, അല്ലെങ്കിൽ സമാധാനപരമായി നമുക്ക് ഇതെങ്ങനെ ഡീൽ ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ ജസ്റ്റ് ശ്വാനൻ എന്നല്ലേ വിളിച്ചോളൂ. ശ്വാനൻ എന്തിനാണ് ഞാൻ വിട്ട് മാറി അവന് വേണ്ടിട്ട് കൂടെ ഉള്ളവന്മാർ കൂടെ വന്നിട്ട് ഒരേ ഗുണം അങ്ങനെയാണ് ഇടിയായത് ആണല്ലേ. ഇത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തീരുമാനം കൂടെ പറഞ്ഞേ. നിങ്ങളുടെ തീരുമാനം എല്ലാം കൂടെ പറയണം. സോറി എങ്കിൽ സോറി. എടാ ഞാൻ ഒരു കാര്യം പറയാം. ഗ്യാങ്ങിനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് അവന്മാരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവന്മാരെ കൊണ്ട് സോറി പറയിപ്പിക്കാം. ഇവനല്ലേ പറഞ്ഞു അവന്മാരോട് സോറി പറയട്ടെ. അവരും പറയും ഇവരും പറയും. നമ്മളത് എടാ നമ്മള് കൊല്ലുന്നില്ല. ടൈം നോക്കിയോളൂ. അല്ലാതെ നമ്മള് എന്തെങ്കിലും ചെയ്ത് വിടണ്ടേ. അവര് സോറി പറയട്ടെ, ഇവരെ സോറി പറയട്ടെ. ഇനി അവർ സോറി പറയണമെങ്കിൽ ഇതിപ്പോ അങ്ങനെ ഇതിപ്പോ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവര് ഇതിലേ ഇത് ഒന്നിനും നമുക്ക് അവര് ഇവനെ കൊണ്ട് സോറി പറഞ്ഞിട്ട് നമുക്ക് പിടിക്കുക. പക്ഷെ നമ്മള് ഗ്യാങ് അങ്ങനെ നോക്കണ്ട. അറിയില്ല നോക്കൊന്നും വേണ്ട. അവരുണ്ട്. അവര് 53 83 ഒരു 83. ഓ ഞാൻ ഭയങ്കരമായിട്ട് ഇതല്ലാത്ത നീരിന്റെ തീരുമാനം. നീരല്ല നീരിന്റെ തീരുമാനം. അണ്ണുവിന്റെ തീരുമാനം ഞാൻ ബ്രോ എംഎസ്ഐഡിന്റെ കോലിയുടെ പേരെന്താണ്? മച്ചാനെ എന്തുണ്ട് വിശേഷം? സുഖമാണോ? സുഖാണ്. മച്ചാന്റെ ഗ്യാങ്ങിൽ ഒരു മെമ്പർ, നമ്മുടെ ഗ്യാങ്ങിൽ ഒരു ഗ്യാങ് മെമ്പർ ശ്വാനൻ എന്ന് വിളിച്ചു. ശ്വാനൻ പട്ടിന്ന് വിളിച്ചു. പട്ടി. ഓക്കെ. എന്നിട്ട് ആ ഭയങ്കര കുണയായിരുന്നു എന്നാണ് നമ്മളെ വിളിച്ചത് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പയ്യെ ഇവിടെ ഗ്യാങ് ഹൗസിൽ കേൾക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഒരു സോറിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഉടമ്പടി ഒന്ന് അങ്ങോട്ട് കൈമാറി ചെയ്യാം. ഓക്കെ. നമ്മുടെ ഹോസ്റ്റലിൽ നമുക്ക് വേണം ബ്രോ. ഞാൻ വരാം. സോറി പറഞ്ഞിട്ട് എടുത്തോണ്ട് പൊക്കോളൂ. വേണമെന്ന് വാശി പിടിക്കല്ലേ. ഞാൻ അങ്ങോട്ട് വരാം. അല്ല ഞങ്ങൾ അങ്ങോട്ട് വരാം. വന്നിട്ട് സോറി പറയൂ, എടുത്തോണ്ട് പോകൂ. ഓക്കെ. എടാ നിങ്ങൾക്കാർക്കെങ്കിലും ആ സോറി ഒരു മനസ്സിൽ തട്ടിപ്പറ. ഇങ്ങനെയല്ല, നീ അവിടെ നിന്ന് കുറച്ച് ടോണി പറ. സോറി ബ്രോ. ഞാൻ പട്ടി വിളിച്ചിട്ട് സോറി കേട്ടോ ബ്രോ. ചിരിക്കുന്നേ സോറി പറയാൻ ചിരിക്കുന്നേ. സോറിയിലൊരു ഊക്കലുണ്ടല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇത്രയും നേരം പറയുന്ന കേക്കടാ കുട്ടാ. ഞാൻ ചുമ്മാ സോർട്ട് ചെയ്ത് വിടാനുള്ള ബേസിസിൽ സംസാരിക്കുന്ന സമയത്ത് നീ അങ്ങ് സന്തോഷിച്ച് ആർത്ത് ചിരിക്കല്ലേ. സോറി. മര്യാദക്ക് സോറി പറ. മര്യാദക്ക്. ഓക്കെ. നീൽബ്രോ, ഞാൻ നീൽബ്രോനെ പട്ടിന്ന് വിളിച്ചതിന് സോറി. അതൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നീ ഏതാ ഫാമിലി പറഞ്ഞില്ലേ? ഫാമിലി നമ്മുടെ ഫാമിലിയുടെ പേര് കല്ലുമാത്തനൊക്കെ സുഖമില്ലയോ? നമ്മുടെ അടുത്ത സുഹൃത്താണ്. നമ്മള് ആളെന്തായാലും നോക്കിയിട്ട് വേണ്ടി മതി സംസാരിക്കും. ശരിയാണ് ബ്രോ എന്നെ പറഞ്ഞു. പട്ടിന്ന് വിളിച്ചാണല്ലേ?
നടുക്ക് നിൽക്കുന്നേ കണ്ടിട്ടൊരു പരിചയമില്ലാത്ത രീതിക്ക് നിൽക്കുന്നേ. വിളിച്ചില്ലല്ലോ, വുൾഫിയല്ലേ ആദ്യം വിളിച്ചത്. ഓ, കല്ലുമാത്തനെ റേഡിയോയിൽ ഞാൻ ചോദിച്ച സമയത്ത് വുൾഫി പറഞ്ഞു കല്ലുമാത്തനെ ഇല്ലാന്ന്. കേൾക്കുന്നില്ലായിരുന്നു. അതാണ് പുള്ളിക്ക് കല്ലുമാത്ത ഒരു കാര്യം പറഞ്ഞ നമ്മള് MS-13 പല വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ്. ആ സമയത്ത് വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിലൊരു പയ്യൻ നമ്മുടെ കൂട്ടത്തിലൊരു പയ്യനെ ശ്വാൻ എന്ന് വിളിച്ചു. എന്ത് ഡാഗ് അങ്ങനെ ഡാഗ് എന്ന് വിളിച്ച സമയത്ത് നമ്മള് പ്രതികരിക്കണമല്ലോ, അങ്ങനെ നമ്മൾ പിടിച്ചോണ്ട് വന്നതാണ്. പട്ടിന്ന് വിളിച്ചതിനാണ് ശരിക്കും പ്രതികരിച്ചത്. കല്ലുമാറ നാളെ വണ്ടിയുടെ മുന്നേ കുറുക്കും ചാടിയിട്ട് വീഡിയോ കിട്ടുന്ന സമയത്ത് പട്ടി നീ എനിക്ക് വീഡിയോ തന്നല്ലോടാ എന്ന് പറഞ്ഞ സമയത്ത് കല്ലുമാത്തിന് ട്രിഗർ ആവത്തില്ലേ? ആവത്തില്ലേ? ആവാത്ത പോലെ നിങ്ങൾക്ക് പ്രശ്നമാവത്തില്ലേ? ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടല്ലേ സംസാരിക്കുന്ന കല്ലുമാത്ര മസിൽ പിടിച്ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞോ, കാര്യം പറഞ്ഞു, ഞാൻ കേൾക്കുക, പറഞ്ഞോ. അപ്പം ഈ ഒരു സാധനത്തില് അങ്ങനെ വിളിച്ച സമയത്ത് നമുക്ക് പിടിക്കത്തില്ല. പട്ടീന്ന് വിളിച്ചിട്ട് അവനെ തൂക്കി പിടിച്ചു, നിങ്ങൾ വിചാരിക്കും പട്ടീന്ന് വിളിച്ചിട്ട് തൂക്കി പിടിച്ചോണ്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ നമ്മുടെ ഷൂസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ പട്ടീന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് ഓക്കെ അല്ല. അപ്പം കൊണ്ടുപോവാണോ? നിങ്ങൾക്ക് ഇതിനൊരു ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ സുഹൃത്ത് സൈഡിൽ ചെയ്തത് തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നില്ല. പട്ടീന്ന് വിളിച്ചത് വളരെ മോശമാണ്, സമ്മതിച്ചു. അല്ല സംഭവം പറയാ, ഇപ്പൊ പട്ടി വിളിച്ചിട്ട് ഞാൻ പോയി വിട്ടയാന്ന്, എന്നിട്ട് പിറകെ വന്ന് കൊണച്ച് വള്ളി എടുത്തിയാന്ന് ഇവൻ. പള്ളിയായിട്ട് ഇടിച്ചു തുടങ്ങിയത് നിങ്ങളാ, ഇടിച്ചു തുടങ്ങിയത് നിങ്ങളാ. മനസ്സിലായി? ഞാൻ അങ്ങോട്ടൊന്നിനും വന്നിട്ടില്ല. മനസ്സിലായി. അല്ല, അവന്റെ അടുത്ത് ആരെയും പട്ടീന്ന് വിളിക്കലെന്ന് പറയാനൊക്കെ അല്ല, നിങ്ങളുടെ ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു സോറി കിട്ടി കഴിഞ്ഞാൽ ഗ്യാങ്ങിലുള്ളവരെ പട്ടീന്ന് വിളിച്ചാ കുഴപ്പമില്ല, നമ്മളെ വിളിക്കാൻ വരണ്ട. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം വിളിച്ചു, ഒരു പ്രശ്നമില്ല. ഇവന്റെ അടുത്ത് ആരുടെ പട്ടീന്ന് വിളിക്കലെന്ന്. ഒരു മിനിറ്റ് കൊണ്ടുപോലെ ചെറുക്കനെ പറയാൻ വരെയായിരുന്നു. ടൈം നോക്കിയോളൂ ഗോകു. 2 മിനിറ്റ്. എടാ സ്നൈപ്പർ 2 മിനിറ്റ് ഉള്ളൂല്ലോ, നോക്കി. ചെയ്യല്ലേ കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഷഡ്ഡി വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അടി ഇടാൻ പറ. കല്ലുമാത്ത ഒന്നുമില്ല, ഇതൊക്കെ ഹോസ്റ്റേജ് കൊണ്ടുവന്ന് പറഞ്ഞു ഊരണ്ട, മറ്റേ അടിയൊന്നും ഇട്ടിട്ടില്ലാന്ന്. അതോടെ നമ്മൾ ഊരിപ്പിച്ചില്ല, നമുക്ക് മാന്യതയാണല്ലോ. ഒരു ഗ്ലിംസ് കണ്ടു, പറഞ്ഞേ. നിങ്ങളുടെ കണക്ക് നമ്മള് നോക്കിയിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് നോക്കിയിട്ട് നമ്മള് ജഡ്ജ് ചെയ്യാറില്ല, നമ്മൾ അതല്ല നോക്കുന്നത്. മനസ്സിലായോ? അല്ല, ഗ്ലിംസ് കണ്ടു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണടച്ചെന്നേ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. അപ്പൊ പിന്നെ അത് ഇനി കൊണ്ടുപോകല്ലേ മാത്രം. നമ്മുടെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്തിനു ഉണ്ടായിരിക്കുന്നേ? ഈ ഗ്ലിംസ് കണ്ടോന്ന് ചോദിക്കുന്ന സമയത്ത് മെസ്ബോയ്, അപ്പൊ നിന്റെ വായി പഴമായിരുന്നു. എടാ എന്നാ പിന്നെ കൊന്നപ്പെടത്തില്ലായിരുന്നോ?
എന്തിനാണ്ടാ sorry ഒക്കെ പറഞ്ഞ് പോയെ? എന്തിനാണ് നിങ്ങൾ സോറി പറഞ്ഞിട്ട് free വാങ്ങിക്കുന്നേ? ജോക്കി ജോക്കി അണ്ണു ആര് വിളിച്ചു പോയി ജോക്കി ജോക്കേട്ടാ ഇനിയിപ്പോ നിങ്ങൾ അടിക്കുകയോ എന്താന്ന് വെച്ചാൽ കാണിക്കുക ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയട്ടെ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റോടാ നീലിന്ന് തൊട്ടാ അടങ്ങിയിരിക്കാൻ പറ്റുമോ എനിക്കറിയത് നേരത്തെ അടിയോ അതാണ് ഞാൻ പറയുന്നത് നല്ല അടി മോനെ നല്ല അടി കിടിലടി ഒന്ന് പുറത്തൊന്ന് അടിച്ചാ പിയോവിയാ പിയോവിയൊന്നുമില്ല ഓ അവിടെ നടക്കുന്നു പുറത്തോ